ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ചതച്ചുലർത്തിയതാണ്. അതിലേക്ക് ആവശ്യമായിട്ട് 1/2 കിലോ ബീഫ് മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഇച്ചിരി തേങ്ങാക്കൊത്തും ഇട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലൊരു പോർഷൻ നമുക്ക് ബീഫ് കുറച്ച് മിക്സിയിൽ ചതച്ച് ജസ്റ്റ് ഒരു ക്രഷ് ചെയ്ത് വയ്ക്കുക. അതുപോലെ പകുതി ബീഫ് നമുക്കെടുത്ത് എന്ത് ചെയ്യാം, കുറച്ച് കത്തിയെടുത്ത് നമുക്ക് സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ട് ഉലർത്താനായിട്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം ജസ്റ്റ് ഇടുക. എന്നിട്ട് വറ്റൽമുളക് ചേർക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. ഇതിലേക്ക് ഒരു സവോള, ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് കറിവേപ്പിലയും ഇതിനോടൊപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ചതച്ച വറ്റൽമുളകാണ് ഒരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായി വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പൊടിയുപ്പ് ഇച്ചിരി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് പെട്ടെന്ന് കിട്ടാനായിട്ടാണ് ഈ ഉപ്പ് നമുക്ക് ഇവിടെ ചേർത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. ചെറുള്ളിയാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് വരിക, അപ്പോൾ അത് ചെറുള്ളി കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് വഴന്ന് കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിലേക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ. നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഈ ഉപയോഗിക്കുന്ന പൊടികൾക്ക് വ്യത്യാസം വരുത്താം. അവസാനം ഇട്ടത് നമ്മൾ ഗരം മസാലയാണ് 1 ടീസ്പൂൺ. പിന്നെ കുറച്ചധികം ഞാൻ പെപ്പർ പൗഡർ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ മസാല ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബീഫിൻ്റെ സ്റ്റോക്ക്, ഇതിലേക്ക് തേങ്ങാക്കൊത്തിട്ട സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ബീഫിൻ്റെ സ്റ്റോക്ക് ഒന്ന് കുറുതായി വരുന്നത് വരെ നമുക്കിത് കണ്ടിന്യൂസ് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവറിൽ ഉപയോഗിച്ചാൽ ഇത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇതാണ് ചതച്ച് മാറ്റി വെച്ച ബീഫ്, അതുപോലെ കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ച ബീഫും ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായി ഇതിലേക്ക് പിടിക്കണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം ആദ്യം, പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാ ബീഫും ഞാൻ ചേർത്തു. എന്നിട്ട് നമുക്ക് കറിവേപ്പില കുറച്ചധികം ചേർക്കാം. ഇതുപോലെ നമുക്ക് ഇളക്കി നന്നായി യോജിപ്പിച്ച് നമുക്ക് ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് തവി വെച്ച് ഇങ്ങനെ അമക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചതച്ച വറ്റൽമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് മെയിനായിട്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഞാനിതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത്രയും നേരം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ടായിരുന്നു ചെയ്ത്. ഇനി നമ്മൾ ഈ ഫ്രൈ പാൻ വെച്ച് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത്, നിങ്ങൾക്കിത് ചെയ്യാൻ ഇച്ചിരി പാടാണെങ്കിൽ നമുക്ക് വലിയൊരു പാൻ എടുത്തിട്ട് നമുക്കിതുപോലെ ജസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ച് നമുക്കിതുപോലെ ബ്ലാക്ക് കളറാക്കി നമുക്കിത് എടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ അറിയാവുന്നവർ ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി. അപ്പോൾ നമ്മുടെ ബീഫ് ചതച്ചുലർത്തിയത് റെഡി.